ഈ കഴിഞ്ഞ ജനുവരി 19 സിന്ദൂരത്തിൻ്റെ പാലുകാച്ചലായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത ദിവസത്തെ ഗണപതി ഹോമത്തിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരിമാരാണ് സുബ്രഹ്മണ്യ നമ്പൂതിരിയും ഹരിക്കുട്ടനും. അപ്പോൾ അവരതിൻ്റെ ഒരുക്കങ്ങൾ നടത്തണു. ഗംഗമാമ, ചന്ദന, നിരഞ്ജൻ, ചൈതു, ഇത് ഞങ്ങളുടെ അച്ഛനും നിമ്മയുടെ അച്ഛനുമാണ്, ഏടത്തിയമ്മയുടെ അച്ഛനുമാണ്. സിന്ദൂരം ഒരു നിലയുള്ളൊരു വീടായിരുന്നു. അതിന് ഏട്ടൻ 2 നിലയുള്ള ഒരു വലിയ വീടാക്കി മാറ്റി. നല്ല ഭംഗിയുണ്ട്. താഴെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. തലേന്ന് അപ്പോഴാണ് ഈ ലൈറ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ടത്. നല്ല രസമായിരുന്നു. എന്താണെങ്കിലും നല്ലൊരു അടിച്ചുപൊളി മൂഡായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലിങ്ങനെ ഈ സീരിയൽ ലൈറ്റൊക്കെ ഇട്ടിരുന്നു. ഞാനും ഏട്ടനും ജനിച്ചു വളർന്നത് ഉദയനിവാസിലാണ്. മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ കെട്ടിയ വീടാണ് ഉദയനിവാസ്. ഉദയനിവാസിൽ നിന്ന് അമ്മയ്ക്ക് കൊടുത്ത ഭാഗത്താണ് ഈ സിന്ദൂരം നിൽക്കുന്നത്. ഇന്ന് ഉദയനിവാസില്ല, പക്ഷേ ഗംഗമാമ അവിടെ തന്നെ വീട് കെട്ടി. ഇനിയിപ്പോൾ ബീച്ചിനി മേമി, വിലാസിനി മേമി, സുമേമി എല്ലാം വീട് കെട്ടാനായി തയ്യാറെടുക്കുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം പോകുന്നു കാര്യങ്ങൾ. സിന്ദൂരം അമ്മയും അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ് ആദ്യത്തെ സിന്ദൂരം കെട്ടുന്നത്. അത് ഈ താഴെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, താഴെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു നില വീടാണ് ആദ്യം ഉണ്ടായിരുന്നത്, 2 ബെഡ്റൂം. ആളും തിരക്കൊക്കെ വരുമ്പോൾ സ്ഥലമില്ലായ്മയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ മോളും മക്കളുമൊക്കെ വളർന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ തീരുമാനിച്ചു അതിനെ ഒന്ന് വലുതാക്കി എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഏട്ടൻ സിന്ദൂരത്തിന് 2 നില വീടാക്കി മാറ്റി. ഇവിടെ തന്നെയാണ് നേരത്തെയും പൂജയുടെ സ്റ്റാൻഡായിരുന്നു. അപ്പം അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു അലമാര പോലെ ഉണ്ടാക്കി. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാമി അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗണപതി ഹോമത്തിൻ്റെ ഇത് ബെഡ്റൂം. അവിടെ കയറുമ്പോഴും ഒരു സിറ്റ് ഔട്ട്, ഹോള്, 2 ബെഡ്റൂം, പിന്നെ ഈ കിച്ചൺ. ഇങ്ങനെ നീളത്തിൽ വലിയൊരു കിച്ചണായിരുന്നു കേട്ടോ. അതിനെ ഇങ്ങനെ 2 ആക്കിയിട്ട് ഇപ്പോൾ ഡൈനിങ് ടേബിൾ കിച്ചണിലിടാവുന്ന പാകത്തിലാക്കി മോഡുലർ കിച്ചൺ ചെയ്തു. ഈ വുഡൻ പാനലൊക്കെ കൊടുത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ തരൂരിലെ തന്നെ പ്രിയപ്പെട്ട പഴനിമലയാണ് കേട്ടോ അതിൻ്റെ കോൺട്രാക്ടർ. പഴനിമല വളരെ നന്നായി തന്നെ ഈ പണിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ മനസ്സിലായത്. ഇങ്ങനെ ഒരു സ്റ്റെയർ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. ഈ സ്റ്റെയറൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. മേലെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹോള് കണ്ടോ, ഇങ്ങനൊരു ഹോള്. അതിന്ന് 3 ബെഡ്റൂം. അങ്ങനെയാണ്. ഇത് നിരഞ്ജൻ്റെ ബെഡ്റൂമാണ്. അതാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട ഏതോ കാർട്ടൂണിൻ്റെ പിക്ചറൊക്കെ ഡ്രോ ചെയ്തിരിക്കുകയാണ്, വരച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബെഡ്റൂം. എല്ലാം 3 ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അമ്മ നടന്ന് നോക്കുകയാണ് വീടൊക്കെ. ഞങ്ങൾക്കാണെങ്കിൽ അന്ന് എനിക്കും അമ്മയ്ക്കും ഏട്ടനും ഒക്കെ അച്ഛനെ ഭയങ്കര ഇടയിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛൻ നന്നായി ആഗ്രഹിച്ചതാണ് വീട് ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്, മുകളിൽ തന്നെ ഉള്ളത്. അപ്പോൾ അച്ഛനങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്ന ഏറ്റവും നല്ല വീടായിട്ടാണ് കേട്ടോ സിന്ദൂരം കെട്ടിയത്. ഇത് ഞാനും മനുവാണ്, ഏട്ടനും നിമ്മി. അപ്പോൾ ഇത് ചന്തൂട്ടി, നിരഞ്ജനും ഏട്ടനും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇത് അമ്മയുടെ റിട്ടയർമെൻറ്റിലുള്ള ഫോട്ടോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ടീച്ചർമാരൊക്കെയാണ് കേട്ടോ. ഇത് ചന്ദനയുടെ ബെഡ്റൂമാണ്. ഇങ്ങനെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ടേബിളൊക്കെ ആയിട്ട്. അപ്പം അച്ഛൻ എപ്പോഴും പറയും വീട് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്ന്. അതുപോലെ തന്നെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെയാണ് ഇത് നടന്നത്. വീട് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇങ്ങനെ സങ്കടം വരികയാണ് അച്ഛനെ ആലോചിച്ചിട്ട്. ഇത് ചന്തൂട്ടിയുടെ റൂമിൽ അവളുടെ കുറച്ച് ഗോൾഡൻ മെമ്മറീസ്, അവളുടെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പഴനിമല നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പഴനിമലയിൽ ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അച്ഛൻ ആഗ്രഹിച്ച പോലെ നമ്മുടെ സംതൃപ്തിയോടെ എനിക്കും സന്തോഷം തരുന്ന ഏട്ടൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഒരു നല്ല വീടായി സിന്ദൂരം മാറി. ഇതാണ് ബാൽക്കണി. ഈ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നല്ല ഉയരമുണ്ട് കേട്ടോ വീടിന്.
ഇവിടേക്ക് ഇരിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വലിയ വാതിലുകളും ജനലുകൾ നിറയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെൻറ്റിലേഷൻ ഉണ്ട്, നല്ല വെളിച്ചവും കാറ്റും ഒക്കെ തരുന്ന ഒരിതാണ്. അപ്പോൾ അങ്ങനെ ഈ മേശയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ മേശയാണ്. അച്ഛൻ കട നടത്തുമ്പോൾ ഇതിലായിരുന്നു പൈസയൊക്കെ ഇട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏട്ടൻ ഇതിലായി വെക്കുന്നത്. ഇത് മുത്തശ്ശനും മുത്തശ്ശിയാണ് കേട്ടോ. ഞങ്ങളുടെ മാർഗ്ഗദീപങ്ങളാണ് മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പം അങ്ങനെ ഇതെങ്ങനെയാണ് താഴോട്ടൊഴുക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ വലതുഭാഗത്ത് വെച്ചിരിക്കുന്ന വുഡൻ പാനലൊക്കെ നല്ല ഭംഗി തോന്നി. ഇപ്പോൾ പിറ്റേന്നത്തെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഞങ്ങളുടെ പൂജാരിമാർ അവർ പുറപ്പെട്ടു. പിന്നെ ചെയ്തു. എല്ലാവരും ഉണ്ട്. ഗംഗമ്മാമിയും അമ്മായിയും വന്നു, സുമി അമ്മായി. അപ്പോഴേക്കും ഇത് ഏടത്തിയമ്മയുടെ അമ്മയാണ്. അവരും ഏടത്തിയമ്മയുടെ അനിയനാണ്. അവരും ഭാര്യയും മക്കളും എല്ലാവരും വന്നു. ഞാൻ അവരെ ഭാര്യ, അവർ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഗംഗമ്മാമ്മയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു അന്ന്. ഗംഗമ്മാമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ അതിൻ്റെ ഒരു ആഘോഷം കൂടെ അന്ന് അവിടെ. ഇത് ഗംഗമ്മാമ്മയുടെ വീടാണ്. ഗംഗമ്മാമ്മയുടെ വീട് കഴിഞ്ഞ ഓണത്തിനാണ് ഹൗസ് വാമിംഗ് നടത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് അതൊരു സന്തോഷമായിരുന്നു കേട്ടോ. മാമ്മയുടെ ഹൗസ് വാമിംഗ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം നേരത്തെ എണീക്കുകയൊക്കെ വേണം. എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഞാനവിടെ ഇരുന്ന് എല്ലാവർക്കുമുള്ള കേക്ക് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് പിരിഞ്ഞു. ഇനി അടുത്ത വ്ളോഗ് ഹൗസ് വാമിംഗ് വ്ളോഗാണ്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം.